ശരി, കൊല്ലൂർ മൂകാംബികയിൽ നിന്നും വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂരും ശില്പയും. ഇനി സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കുരുന്നുകൾ. ഇന്ന് വിജയദശമി. സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇന്ന് ഹരിശ്രീ കുറിക്കും. തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം കരിക്കകം ക്ഷേത്രത്തിൽ നിന്നും MS വീണ ചേരുന്നു. വീണ, എന്തൊക്കെയാണ് കരിക്കകം ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ? ദുർഗ, നവരാത്രി മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ വിജയദശമി ദിവസം. ഇന്നാണ് കുരുന്നുകൾ ആദ്യാക്ഷരം ലോകത്തേക്ക് കടക്കുക. അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കരിക്കകം ദേവി ക്ഷേത്രം. കരിക്കകത്തമ്മ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതും. ദേവിയുടെ തിരുനടയിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കുവാൻ നിരവധി കുരുന്നുകളായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. രാവിലെ 6 മണി മുതൽ തന്നെ പൂജകളും മറ്റും ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നുണ്ട്. 500-ലധികം കുട്ടികളാണ് ഇത്തവണ ഇവിടെ വിദ്യാരംഭത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ തന്നെ പ്രത്യേകം ക്രമീകരിച്ച സരസ്വതി മണ്ഡപത്തിൽ ദർശനം നടത്തുന്നവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി പേർ ദർശനത്തിനെത്തുന്നുമുണ്ട്. ദർശനം കഴിഞ്ഞ് ക്ഷേത്ര പരിസരത്ത് തന്നെ നിൽക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് നവരാത്രി മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അറിവിൻ്റെ ലോകത്തേക്ക് കുരുന്നുകൾ ഇന്ന് ആദ്യാക്ഷരം കുറിക്കുമ്പോൾ ദേവിയുടെ തേടി നിരവധി പേരെത്തുന്നു. അതും നിന്ന് കരിക്കത്തമ്മയുടെ സന്നിധിയിൽ നിന്ന് അറിവിൻ്റെ ലോകത്തേക്ക് 500-ലധികം കുട്ടികളായിരിക്കും ഇന്ന് കടക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ഇവിടെ നിന്ന് ആരംഭിക്കുമെന്നാണ് നമുക്ക് ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മണിക്കൂറിലകം കുട്ടികൾ എത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, ഈ പൂജവയ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് പുസ്തക പൂജയും ആയുധ പൂജയും ഒക്കെ സമർപ്പിച്ച നിരവധി പേരുണ്ട്. അതിനായി എത്തുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമുക്ക് ക്ഷേത്രത്തിൽ വലിയൊരു ഭക്തജന തിരക്കാണ് കാണാൻ സാധിച്ചത്. സെപ്റ്റംബർ 22 ആരംഭിച്ച ഉത്സവമാണ് ഇന്ന് അവസാനിക്കുന്നത്. ഈ നവരാത്രി മഹോത്സവ കാലത്തൊക്കെ ക്ഷേത്രത്തിൽ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് വിജയദശമി ദിവസവും രാവിലെയും നിരവധി ഭക്തർ ദർശനം കഴിഞ്ഞ് പോയവരുണ്ട്. ഇപ്പോഴും ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദേവിയുടെ തിരുസന്നിധിയിലെത്തി അമ്മയെ പ്രാർത്ഥിച്ച് വണങ്ങുന്ന നിരവധി പേരുണ്ട്. കുരുന്നുകൾ മാത്രമല്ല, മുതിർന്നവരടക്കമുള്ളവരുണ്ട്. അറിവിൻ്റെ ലോകത്ത് ദേവിയുടെ അനുഗ്രഹം തേടി ഈ ഒരു പുണ്യ ദിവസത്തിൽ എത്തുന്നവരെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. കരിക്കകത്തമ്മയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ആദിപരാശക്തിയുടെ 3 ഭാവങ്ങളാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ ചാമുണ്ടേശ്വരി എന്നാണ് ദേവി അറിയപ്പെടുന്ന 3 ഭാവങ്ങളിലാണ് ദേവി ഇവിടെ കുടിയിരുത്തുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തമ്മ എത്തുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കുമ്പോൾ അത് ജീവിതത്തിലും ഒപ്പം തന്നെ വിദ്യാരംഗത്തും വളർച്ച നേടുന്നതിനും ഒപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹം ഉടനീളം ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്തരത്തിൽ തന്നെ നിരവധി പേര് എത്തുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം ക്ഷേത്ര പരിസരത്ത് നമുക്ക് വലിയൊരു തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിലും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളിലും വിജയദശമി ദിവസത്തിലെ വിശേഷാൽ പൂജകളിലുമൊക്കെ പങ്കെടുക്കാൻ എത്തുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച ഇടത്ത് രാവിലെ ഗണപതി ഹോമം നടന്നിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കുവാനും നിരവധി പേരെത്തിയിരുന്നു. ഇപ്പോഴും കുരുന്നുകളടക്കം ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്നതും ദർശനത്തിനായി നിരവധി പേരെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരടക്കം ഈ ഒരു ദിവസം എത്തുന്നുണ്ട്. ദേവിയുടെ ജീവിതത്തിലെ അന്ധകാരമൊക്കെ മാറി അറിവിൻ്റെ വെളിച്ചത്തിലേക്ക്, നന്മയുടെ വെളിച്ചത്തിലേക്ക് എത്തുവാൻ ഈ ഒരു ദിവസം കഴിയുമെന്നുള്ള, ആ ഒരു പ്രധാനപ്പെട്ട ദിവസം എത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് ദേവീ സന്നിധിയിലെത്തി ഇപ്പോൾ ഭക്തിപൂർവ്വം ദേവിയെ പ്രാർത്ഥിക്കുന്നത്. തീർത്തും മന്ത്രമുഖരിതമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കരിക്കകത്തും കാണാൻ സാധിക്കുന്നത്. 7 മണിക്കായിരിക്കും ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. വിദ്യാഭ്യാസ രംഗത്തടക്കം നിൽക്കുന്ന ഉന്നതരായിട്ടുള്ളവരായിരിക്കും ഗുരുക്കന്മാർ. അതായത് 8ഓളം അടങ്ങുന്ന ഗുരുക്കന്മാരായിരിക്കും കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കുന്നതിൽ എഴുത്തിനിരുത്തുന്ന അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. 7 മണിക്ക് തന്നെ പ്രത്യേകം സജ്ജീകരിച്ച, അതായത് സരസ്വതി മണ്ഡപത്തിന് സമീപത്തായി പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. ശരി, അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കുരുന്നുകൾ. ഇന്ന് വിജയദശമി ദിനമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇന്ന് ഹരിശ്രീ കുറിക്കും.
തിരുവനന്തപുരത്ത് കരിക്കകം ക്ഷേത്രത്തിൽ നിന്നും MS വീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി പൗർണമിക്കാവിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രതിനിധി S ശാലിനി ഉണ്ട്. ശാലിനി, എങ്ങനെയാണ് പൗർണമിക്കാവിലെ വിജയദശമി ആഘോഷങ്ങൾ? ദുർഗ, വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, ഭക്തിമുഖരിതമായ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഈ ഒരു വിജയദശമി ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു ക്ഷേത്രം, അതിൽ തന്നെ 51 അക്ഷരദേവതാ ക്ഷേത്രമാണ്. അപ്പോൾ കുഞ്ഞു മക്കൾ അക്ഷരലോകത്തേക്ക് കൈപിടിച്ച് അവരെ കയറ്റുമ്പോൾ അതിന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളും ഒരുക്കങ്ങളും ഒക്കെ നടത്തുന്നത് ഈ പൗർണമിക്കാവിലെ ഈ ക്ഷേത്രമാണ്. പൗർണമിക്കാവ് ദേവി ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂജവയ്പ് നടത്തിയ പുസ്തകങ്ങളും ഒപ്പം തന്നെ ദേവിയും ഒക്കെയാണ്. ഏകദേശം 8 മണിയോട് കൂടിയാണ് ഇവിടുത്തെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കുഞ്ഞുമക്കളടക്കമുള്ളവർ അക്ഷരത്തിൻ്റെ ലോകത്തേക്ക്, ഹരിശ്രീയുടെ ലോകത്തേക്ക് പിച്ച വെച്ച് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താനുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഇവിടെ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട ഒരുക്കത്തിലുമൊക്കെയാണ് ക്ഷേത്രം ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചിട്ടുള്ള പ്രത്യേക ചടങ്ങുകൾ നടക്കുകയാണ്. പൗർണമിക്കാവിൽ ഉത്സവമാണ്, ഉത്സവ അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം ഇവിടേക്ക് എത്തുന്ന കുഞ്ഞുമക്കളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. ഏകദേശം 8 മണിയോടുകൂടി എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. നമുക്കിപ്പോൾ ഇവിടെ കാണാം, പ്രത്യേക പീഠങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 20-ലധികം വരുന്ന വ്യക്തിത്വങ്ങൾ, അത് സാംസ്കാരിക പ്രമുഖർ, ഒപ്പം തന്നെ രാഷ്ട്രീയ ശാസ്ത്ര രംഗത്തെ 20-ലധികം വരുന്ന ആചാര്യന്മാരാണ് കുഞ്ഞുമക്കൾക്ക് വിദ്യാരംഭം കുറിച്ച് നൽകുന്നത്, ഹരിശ്രീ കുറിച്ച് നൽകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ 51 അക്ഷരദേവതാ ക്ഷേത്രമാണ്. അതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ പൂജ വെച്ചിരിക്കുന്ന വാദ്യോപകരണങ്ങൾ കാണാം. അതുപോലെ തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള വാദ്യോപകരണങ്ങൾ കാണാം. ഈ ഒരു ദിവസങ്ങൾ, നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ഇവിടെ പ്രത്യേക ചടങ്ങുകളും വഴിപാടുകളും പൂജകളും ഒക്കെ നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എഴുത്തിനിരുത്തൽ ചടങ്ങുകൾക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരിടമായി പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിന് തൊട്ടു പിന്നാലെ മാറിയിരിക്കുന്നത് പൗർണമിക്കാവ് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, 100 കണക്കിന് കുഞ്ഞുമക്കളാണ് ഇതിനോടകം തന്നെ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കാത്തിരിക്കുന്നത്. കൂടാതെ തന്നെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് അക്ഷരദേവത പ്രശ്നോത്തരി മത്സരവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ ഈ മാസം 5-ാം തീയതി വരെയാണ് ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുമക്കൾ ആദ്യമായി ഈ ഒരു ലോകത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ഈ ക്ഷേത്രം നടത്തുകയാണ്. അതുമാത്രമല്ല, അക്ഷരദേവകളെ മാത്രം ആരാധിക്കുന്ന വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് പൗർണമിക്കാവ് ക്ഷേത്രം. അക്ഷരങ്ങളുടെ പൗർണമിക്കാവ് എന്നുള്ളതാണ് ഈ ഒരു ക്ഷേത്രത്തെ പറ്റി അറിയപ്പെടുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, അക്ഷരങ്ങളെ ആരാധിക്കുന്ന, അക്ഷരങ്ങളെ മാത്രം ദേവതകളായി കണ്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്കൊട്ടും ഒരു പക്ഷേ സുപരിചിതമല്ല എങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്ഷേത്രവും ഉണ്ട് തലസ്ഥാന ജില്ലയിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിന് സമീപത്താണ്, വെങ്ങാനൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്ഷരദേവതകളെ ദേവതകളാക്കി ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 51 അക്ഷരങ്ങളെയും ക്ഷേത്രത്തിൽ ദേവതകളാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അക്ഷരങ്ങളുടെ ദിവസമാണ് ഇന്ന്, വിധിയുടെ ദിവസമാണ്, തിന്മയ്ക്ക് മേൽ നന്മ വിജയം നേടിയ ദിവസമാണ്. ആ ഒരു വിജയ ദിവസം അക്ഷരങ്ങൾക്ക് മാത്രമായി ഒരു ക്ഷേത്രം കൂടി തലസ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോൾ അവിടേക്ക് അതിൽ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതിൽ ജനം ടിവിയും വളരെയധികം ചാരിതാർത്ഥ്യം ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അക്ഷരങ്ങൾക്ക് ദൈവിക സങ്കല്പം നൽകുന്നതിലൂടെ മലയാള ഭാഷയുടെ മഹിമയും പ്രാധാന്യവും ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയായി പൗർണമിക്കാവ് മാറുന്നുണ്ട്. ഋഗ്വേദം ഉൾപ്പെടെയുള്ള വേദങ്ങളെയും ഒപ്പം തന്നെ ഹൈന്ദവ പുരാണങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവതാ സങ്കല്പം ഈ പൗർണമിക്കാവിൽ നൽകിയിട്ടുള്ളത്. ആ എന്നാൽ അമൃതാദേവി, സാ എന്നാൽ സരസ്വതി എന്നിങ്ങനെ പോകുന്നുണ്ട് ഇവിടുത്തെ ദേവതാ സങ്കല്പം. ഒപ്പം തന്നെ അക്ഷരങ്ങളുടെ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആധ്യാത്മിക ആചാര്യന്മാരും ഒപ്പം തന്നെ മലയാള ഭാഷ സ്നേഹിതരെയും ഒക്കെ ശ്രമഫലമാണ് ഈ ക്ഷേത്രത്തിലെ അക്ഷര പ്രതിഷ്ഠകളടക്കമുള്ള. പിന്നെ എടുത്തു പറയേണ്ടത്, തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള മൈലാടി ഗ്രാമത്തിലാണ് ദേവതകളുടെ പ്രതിമകൾ നിർമ്മിച്ചത്. അത് പിന്നീട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും
ചെയ്യുകയും ഇവിടെ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്യുകയും ഒക്കെയായിരുന്നു ചെയ്തത്. കൃഷ്ണശിലയിലാണ് ഓരോ അക്ഷരങ്ങളും ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുമക്കൾ ഈ അക്ഷരലോകത്തേക്ക് വരുമ്പോൾ അവർ തീർച്ചയായും എത്തേണ്ട, തീർച്ചയായും എത്തി അനുഗ്രഹം ഏറ്റുവാങ്ങേണ്ട ഒരു ക്ഷേത്രം കൂടിയായി ഈ ഒരു പൗർണമിക്കാവ് മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ വിഗ്രഹങ്ങളുടെയും താഴെയാണ് ദേവി പ്രതിനിധീകരിക്കുന്ന അക്ഷരം കൊത്തിവെച്ചിരിക്കുന്നത്. 250 കിലോ ഭാരമാണ് ഓരോ പ്രതിഷ്ഠകൾക്കും ഇവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ, ഹരിശ്രീ കുറിക്കാൻ കുഞ്ഞുമക്കൾ തയ്യാറെടുക്കുകയാണ്. 8 മണിയോടുകൂടി ഔദ്യോഗികമായി ഇവിടുത്തെ ചടങ്ങുകൾ പുരോഗമിക്കുകയും ചെയ്യും. അവർക്ക് പ്രത്യേക സമ്മാനങ്ങളൊക്കെ കൊടുക്കാനൊക്കെയാണ് ക്ഷേത്ര ഭരണസമിതിയൊക്കെ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത്. ശരി ശാലിനി, നമുക്ക് ഒരിക്കൽ കൂടി കരിക്കകം ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. അവിടെ നിന്നും MS വീണ ചേരുന്നു. MS വീണ, കൂടുതൽ വിവരങ്ങൾ. പ്രവർത്തിക്കുന്നു. അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കുരുന്നുകൾ ഇന്ന് ഹരിശ്രീ കുറിക്കുകയാണ്. ഇന്ന് വിജയദശമിയാണ്. സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. തിരുവനന്തപുരം കരിക്കകം ക്ഷേത്രത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദ്യാക്ഷരം കുറിക്കാനായി ആയിരക്കണക്കിന് കുരുന്നുകളാണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ കുരുന്നുകൾ ഇന്ന് ഹരിശ്രീ കുറിക്കും. കരിക്കകത്ത് നിന്നും MS വീണ ചേരുന്നു. വീണ, എങ്ങനെയാണ് കരിക്കകത്ത് തിരക്ക് വർദ്ധിച്ചു വരികയാണ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ദുർഗ, രാവിലെ തന്നെ ദർശനത്തിന് നിരവധി പേരെത്തുന്നുണ്ട്. 7 മണിക്കാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴേ തന്നെ കുട്ടികളടക്കം ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ തിരക്ക് കൂടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 500-ലധികം കുട്ടികളാണ് ഇവിടെ ഇന്ന് ആദ്യാക്ഷരം കുറിക്കുക. ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കരിക്കകത്തമ്മയുടെ തിരുസന്നിധിക്ക് സമീപമായി പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിന് സമീപം തന്നെയാണ് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നിരവധി പേരെത്തുന്നുമുണ്ട് ഇങ്ങോട്ടേക്ക്. ആ ഒരു മുഹൂർത്തത്തിനായിട്ട് കാത്തിരിക്കുന്നവരാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഗുരുക്കന്മാരെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കുരുന്നുകളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. മാത്രമല്ല ക്ഷേത്ര കലകളുടെ വിദ്യാരംഭ ചടങ്ങുകളും ഇന്ന് നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തന്നെ കലാമണ്ഡപ പീഠത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. 100-ലധികം കുട്ടികളാണ് ഈ ക്ഷേത്ര കലകളുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാരംഭ ചടങ്ങുകളിൽ നിന്ന് പങ്കാളികളാവുക. അത്തരത്തിലുള്ള കലകൾക്കും ഏറെ പ്രാധാന്യം നൽകുന്നു എന്ന് തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം. അറിവിൻ്റെ ലോകത്തേക്ക് മാത്രമല്ല, കലകളെ സംബന്ധിച്ചും അറിവിൻ്റെ ലോകത്തേക്കും സംബന്ധിച്ചും ഇന്ന് വിദ്യ ആരംഭിക്കുന്ന, അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഈ ഒരു പുണ്യ മുഹൂർത്തത്തിൽ നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. മാത്രമല്ല വിജയദശമി ദിവസവുമായി ബന്ധപ്പെട്ട് വിശേഷാൽ പൂജകളും വഴിപാടുകളും ഒക്കെ ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും ഒപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹം തേടിയും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നടക്കം നിരവധി പേർ എത്തുന്നുമുണ്ട്. കരിക്കകത്തമ്മയെ സംബന്ധിച്ചിടത്തോളം ചാമുണ്ടേശ്വരിയാണ്. അമ്മയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തർ എത്തുന്നുമുണ്ട്. നേരത്തെ തന്നെ 500-ലധികം കുട്ടികൾ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും ചടങ്ങുകൾ ആരംഭിക്കുന്ന സമയത്തും നിരവധി പേർ, അതിൽ കൂടുതൽ പേർ ഇവിടെ എത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ ഇപ്പോൾ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച സരസ്വതി മണ്ഡപത്തിൻ്റെ മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഗണപതി ഹോമ ചടങ്ങുകൾ നടന്നിരുന്നു. ആ ചടങ്ങിലടക്കം പങ്കാളികളായ നിരവധി ഭക്തർ ഇപ്പോഴും അമ്പല പരിസരത്ത് തന്നെ നമുക്ക് തുടരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച സരസ്വതി മണ്ഡപത്തിന് മുന്നിലായി ഈ വിജയദശമി നാളിലെ പ്രത്യേക പൂജകൾ നടക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്.
വീണ, നമുക്ക് പ്രതികരണങ്ങൾ എന്തെങ്കിലും എടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും നമ്മൾ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ, ക്ഷേത്ര ഭാരവാഹികളടക്കം നമ്മോടൊപ്പം ഈ ഒരു ചടങ്ങുകൾ വീക്ഷിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കരിക്കയം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ വിദ്യാരംഭം പൂജകൾ തുടങ്ങാൻ പോവുകയാണ്. പൂജ ഏതാണ്ട് 25 അരമണിക്കൂറിന് ഇടയ്ക്ക് പൂജ എടുക്കുന്നുണ്ടാവും. പൂജ കഴിഞ്ഞാൽ ഉടനെ തന്നെ വിദ്യാരംഭം തുടങ്ങുന്നതാണ്. 10 ഗുരുക്കന്മാർ ഇരുത്തിയിട്ടുണ്ട്. പ്രഗത്ഭരായ 10 ഗുരുക്കന്മാരുണ്ട്. അവരുടെ ഓരോരുത്തരായിട്ട് വരും. ഇപ്പം തന്നെ വിദ്യാരംഭത്തിന് പുസ്തകം വച്ചിരിക്കുന്ന 1000 ചില്ലുവാനും കുട്ടികൾ പുസ്തകം വച്ചു കഴിഞ്ഞു. ഇന്നലത്തെ കണക്കനുസരിച്ച് എഴുതാനായിട്ട് 350 പേരൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 100 ആയുധ പൂജയും വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പേരൂടെ ഇന്നലത്തിന് ശേഷം വന്നിട്ടുണ്ടാവും. ഇന്ന് വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. എല്ലാവർക്കും മംഗളം നേർന്നു കൊടുക്കുന്നു. ക്ഷേത്രത്തിൽ രാവിലെ അടക്കം ഉത്സവ സമയം കൂടിയാണ്. 22 മുതൽ ഈ ഒരു ദിവസം വരെ നിരവധി ഭക്തർ ദർശനത്തിനെത്തി. ഇന്നും അത്തരത്തിലുള്ള ദർശന കാര്യങ്ങളുമൊക്കെ പുരോഗമിക്കുകയാണ്. ഓം ചാമുണ്ഡി നമ. ഞാൻ ചെയർമാൻ എം രാധാകൃഷ്ണൻ നായർ. കരിക്കും ശ്രീ ചാമുണ്ഡി ഈ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം 22-ാം തീയതി കളഭാഭിഷേകത്തോടുകൂടി ആരംഭിച്ചു. അന്നു മുതൽ എല്ലാ ദിവസവും സംഗീത കലാപരിപാടികളുണ്ടായിരുന്നു. സംഗീത കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ആദരണീയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ MD മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യറായിരുന്നു. അതിനുശേഷം ഇവിടെ സരസ്വതി മണ്ഡപത്തിലും നവരാത്രി മണ്ഡപത്തിലും അക്ഷരപൂജയും സംഗീത കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ ദിവസവും ദേവിയെ ദർശിച്ച് സായുജ്യം അടയാൻ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് വിജയദശമി ഇന്നലെ മഹാനവമി ദിവസം ക്ഷേത്രത്തിൽ വിശിഷ്ട അതിഥികളെ പൂജിക്കുന്ന ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കടകംപള്ളി ശ്രീധരൻ MLA ആയിരുന്നു. ഇന്ന് വിജയദശമിയിൽ 6:30 മണിക്ക് പൂജ തുടങ്ങുന്നു. പൂജവയ്പ്പിന് ശേഷം 7 മണിക്ക് വിദ്യാരംഭം ആരംഭിക്കുന്നു. വിദ്യാരംഭത്തിന് കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തിലെ പ്രമുഖർ ആചാര്യന്മാരായി കുരുന്നുകളുടെ കണ്ണു നിറക്കുന്നതിന് എത്തുന്നുണ്ട്. പ്രധാനമായി നമ്മുടെ മേൽശാന്തി ശ്രീ ബ്രഹ്മശ്രീ ശ്രീകൃഷ്ണരു മനോജ് നമ്പൂതിരി, ശ്രീ A. ജയരാജൻ, പ്രശസ്ത കവി ശ്രീ V. മധുസൂദനൻ നായർ, മുൻ ഹൈക്കോടതി ജഡ്ജി ശ്രീ KP ബാലചന്ദ്രൻ, പ്രൊഫസർ ഡോക്ടർ S. ജയദേവ്, കേരള യൂണിവേഴ്സിറ്റി മലയാളം പ്രൊഫസറായിരുന്ന ഡോക്ടർ വേണുഗോപാൽ, കർണാടക സംഗീതജ്ഞനും കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൽ പ്രൊഫസറുമായ ഡോക്ടർ അച്യുത് ശങ്കർ, നീറമൺ NSS കോളേജിലെ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മിദാസ്, കൂടാതെ ഡോക്ടർ ദേവി മോഹൻ, ഡോക്ടർ VS സുനിൽകുമാർ, കൊല്ലം നിലമേൽ NSS കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ S. ജയദേവ് തുടങ്ങിയവർ വിദ്യാരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നു. നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. തീർച്ചയായും നിരവധി കുരുന്നുകൾ ഈ ക്ഷേത്ര പരിസരത്തേക്ക് എത്തും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പൂജയെടുപ്പ് ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. ആ ചടങ്ങുകളൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6:15 വിദ്യാരംഭത്തിന് മുന്നോടിയായിട്ടുള്ള ഈ പൂജയെടുപ്പ് ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി പേർ പുസ്തക പൂജയും ആയുധ പൂജയും ഒക്കെ ഇവിടെ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. പ്രത്യേകം സരസ്വതി മണ്ഡപത്തിന് സമീപത്തായി സജ്ജീകരിച്ച ബൊമ്മക്കുലുവും അതിന് സമീപത്ത് തന്നെയായിട്ടാണ്
പുസ്തക പൂജയ്ക്കുള്ള പുസ്തകങ്ങളും ഒപ്പം തന്നെ വാദ്യോപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂജ ഇപ്പോൾ ക്ഷേത്രത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർത്തും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത്. ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കരിക്കകം ക്ഷേത്രത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കുരുന്നുകൾ ഇന്ന് പിച്ച വെച്ച് തുടങ്ങുകയാണ്. ഇന്ന് വിജയദശമി ദിനമാണ്. തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് വിജയദശമി. മഹിഷാസുര വധത്തിന് ശേഷം ദുർഗാദേവി വിജയിച്ചു വരുന്ന ദിവസമാണ് വിജയദശമി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുരുന്നുകൾ ഇന്ന് ഹരിശ്രീ കുറിക്കും. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. സാധാരണയായി ഗണപതിയെയും പിന്നീട് വിദ്യാദേവിയായ സരസ്വതിയെയും പ്രാർത്ഥിച്ച ശേഷം ഓം ഹരിശ്രീ ഗണപതായ നമഃ എന്ന നാവിലും പിന്നീട് പച്ചരി നിറച്ച പാത്രത്തിൽ ചൂണ്ടുവിരൽ കൊണ്ടുമാണ് ഹരിശ്രീ എഴുതി കുട്ടികളെ അക്ഷരലോകത്തേക്ക് എത്തിക്കുന്നത്. പനച്ചിക്കാട് ശ്രീ മൂകാംബി ക്ഷേത്രത്തിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എങ്ങനെയാണ്